ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ് രാവിലെ? അമ്മയ്ക്ക് സഹായിക്കാതിരിക്കുകയാണ്? അമ്മയ്ക്ക് സഹായിക്കാനാണ് രാവിലെ വന്നിരിക്കുന്നത്? എന്നാ കിടന്ന് ഉറങ്ങിക്കൂടെ? അമ്മയ്ക്ക് ഇവിടെ ജോലിയില്ലേ? നീ എന്തിനു രാവിലെ എണീച്ചിരിക്കുന്നത്? രാവിലെ എണീച്ചിരിക്കണ എന്തിനടി? മഞ്ജു, ഇതിന്റെ അർത്ഥം പറഞ്ഞേ. അവള് പറഞ്ഞതിന്റെ അർത്ഥം പറഞ്ഞേ. നീ ഇന്നലെ ഇവള് പറഞ്ഞതിന്റെ അർത്ഥമൊക്കെ എനിക്ക് പറഞ്ഞു തന്നല്ലേ? അയ്യോ, എന്തൊക്കെയാണ് കാപ്പി? എന്താണ് ഉണ്ടാക്കാൻ പ്ലാൻ? എന്തേലും അത് ബ്രെഡ് ഓംലേറ്റും അല്ല, സാൻഡ്വിച്ചും അല്ല, അങ്ങനത്തെ ഒരു സാധനം. എന്തോ ഒരു സാധനം യൂട്യൂബിൽ എന്തോ കണ്ടിട്ട് കൊള്ളായിരുന്നു കേട്ടാ, അടിപൊളി തന്നെ. അപ്പൊ എനിക്കിന്ന് രാവിലെ അതാ കുഴപ്പമില്ല രാവിലെ. അപ്പൊ സെറ്റ് ചെയ്യാം. അപ്പൊ എനിക്കെന്താണ് പരിപാടി? ഞാൻ പോയി കുളിച്ച് പല്ല് വെച്ചിട്ട് വരട്ടെ. അയ്യോ എടി കൊച്ചേ, ഇങ്ങനെ വന്ന് നിക്കല്ലേ. പിന്നെ അവളെയല്ലേ ഉൾപ്പെടുത്തോളൂ. അങ്ങനെ രാവിലെ കിടന്ന് ഉറങ്ങാതെ എണീച്ച് വന്ന് ഇരിക്കണം, ഒന്നും ചെയ്യാൻ അറിയിക്കാതെ. ഇപ്പൊ ശരി എന്നാ. നല്ല മഴക്കുളുണ്ട്, ഇരുണ്ടി കിട്ടി കിടക്കും. സംഭവം നമുക്ക് അകത്താണ് വർക്ക്. ഇന്ന് വെളിയിലായിരുന്നു വർക്ക് പറഞ്ഞിരുന്നത്, പക്ഷെ മഴയാണെങ്കിൽ പുറത്ത് നടക്കത്തില്ല. അപ്പോൾ ഇന്നലത്തെ പോയ സൈറ്റിൽ തന്നെ ഇന്നും പോകേണ്ടി വരും. ഓക്കേ, അപ്പം ഞാൻ പോയി റെഡി ആവട്ടെ. അച്ഛൻ പോട്ടാ, പള്ളിയേക്കാൻ പോട്ടാ. ഞാൻ കണ്ട നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കാവ് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ വൃത്തിയാക്കിയിട്ട് കുറേ നാളായി. വീണ്ടും ഇവിടെ കാട് പിടിച്ച് നല്ല കാടായി. ഉടനെ 1-ാം തീയതിക്ക് മുമ്പ് വൃത്തിയാക്കണമെന്നാണ് പ്ലാൻ. സംഭവം 1-ാം തീയതി കഴിഞ്ഞിട്ട് ഞാൻ ശബരിമലയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. തോട് കണ്ട, തോട്ടിലൊക്കെ ഇപ്പം ഇറങ്ങി കുളിക്കുന്നൊന്നുമില്ല. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കണം. കയറി പോകത്ത് ഇങ്ങനെ വന്നിരിക്കുന്ന എന്തേര്? കയറി 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 പോ. കയറി പോടി. ഏതാക്കാൻ പറ്റില്ല? കുഴപ്പമില്ല. വാവ്, മുറിച്ച് വെക്കണേ. സുല ഇവിടെ എന്തൊക്കെയോ സെറ്റ് ചെയ്ത് വെച്ചു. ഇന്നലെ ഞാൻ ഗോതമ്പ് ദോശയെ പറ്റി കുറ്റം പറഞ്ഞപ്പം എന്ത് കൊള്ളൂലേ? കൊള്ളൂലേ? ഇന്നലെ തന്നത്ര ടേസ്റ്റ് ഇല്ലേ? അപ്പൊ ഞാൻ പോയി കഴിക്കട്ടെ. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, നേരത്തെ കാണിച്ചതുപോലെ ഇന്നത്തെ എൻ്റെ കാപ്പി
ഇതാണ് സുല പ്രിപ്പയർ ചെയ്ത് തന്നിരിക്കുന്നത്. കഴിക്കട്ടെ. എന്നാൽ രാത്രി ഉണ്ടാക്കിയതിനെക്കാട്ടിയും കുറച്ചുകൂടെ സൂപ്പറായി. കേപ്പിറ്റാം. അപ്പോൾ അത് കഴിച്ച് തീർന്നിട്ട് വർക്കിന് വിട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ വർക്കിന് ഇറങ്ങുവാണ്. നല്ല മഴക്കോളുണ്ട് കേട്ടോ. കുറച്ച് മുമ്പ് ഇത്തിരി വെയിലായതാണ്. വീണ്ടും ആ ഒരു മഴക്കോള്. അത് ഞാൻ ഇന്നലെ ഇട്ടത് ശരിയായില്ല. കവറേ മഴ പെയ്തപ്പോൾ പെട്ടെന്ന് എടുത്തിട്ടതല്ലേ. അത് വെളിയിലിടല്ലേ, സൈഡിൽ കൊണ്ടിട്ടാൽ. വണ്ടി ഒന്ന് കഴുകണം. ഇതിൻ്റെ ചേസൊക്കെ തരുമ്പോഴത്തേക്ക് എറുമ്പൊക്കെ കയറി പോകണം ഇതിൻ്റെ ഇടയിൽ കൂടെ. ഓക്കെ, പിടിച്ചോ. പോട്ടെ. പോണ്. പിന്നെ അത് കൊണ്ടിട്ടാ എൻ്റെ കുറ്റം. പോയി ഒരു ടാറ്റ താടേ പാറു. അത് വേണ്ട, നീ കൈയിട്ടാക്കിയ ടാറ്റ എനിക്ക് വേണ്ട. അവൾ എന്ന് ടാറ്റായിരുന്നു അത് മതി. അവൾ ടാറ്റ തന്നു. ഇപ്പം എന്താ ടാറ്റ തരാൻ വയ്യാത്ത. അപ്പോൾ ഓക്കെ, ശരി എന്നാൽ. ടാറ്റാന്നല്ലേ. അപ്പോൾ സൈഡിലേക്ക് ഡ്രസ്സ് മാറട്ടെ കേട്ടോ. ഡ്രസ്സ് മാറിയിട്ട് വർക്ക് കൊടുക്കട്ടെ. നമ്മൾ മേശമ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോയി കൈയും കാപ്പി ഇപ്പോൾ കാപ്പിടിക്കാൻ ടൈമായി. നമ്മൾ കാപ്പിടിക്കാൻ പോകുന്നു. ബാക്കി കാപ്പി കുടിച്ചിട്ട് കെട്ടി വരുന്നു. അകത്തായതുകൊണ്ട് കുഴപ്പമില്ല. നല്ല മഴ കൊണ്ട് വരുന്നുണ്ട്. കേണയായി. മാരക മഴ. ഓ മാൻ, പുറത്തുള്ള പണിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോയത്. മാരക മഴ എന്ന് പറഞ്ഞാൽ മാരക മഴ, ഭയങ്കര മഴ. എൻ്റെ വണ്ടി ഞാൻ താഴെ ഒരു ഷീറ്റ് കിടന്ന് ആ ഷീറ്റ് വെച്ച് മൂടി വെച്ചു. ബാക്കി വണ്ടികളൊക്കെ അവിടെ ഇരിക്കുകയാണ്. വെള്ളം നല്ലപോലെ വെള്ളം പോകുന്നുണ്ട് ഇപ്പം. ഭയങ്കര മഴ. ഇല്ല, 1 മണിയായിരിക്കുകയാണ്. 1 മണി കഴിഞ്ഞ് കേട്ടോ. എല്ലാവരും ചോറ് കഴിക്കാൻ പോയി, ഞാനും ചോറ് കഴിക്കാൻ പോവുകയാണ്. ഇതാണ് പരുവം. മഴയും മൊത്തം വെള്ളവും നല്ല പെരുമഴയായിരുന്നു കേട്ടോ. ഞാൻ മാത്രമേ ഇവിടെ ഉള്ളു ചോറ് കൊണ്ടുവന്നു. കണക്ക് മഴ വല്ലതും പെയ്താൽ വീട്ടിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചോറ് എടുത്തുകൊണ്ട് വന്നത്. പക്ഷേ എല്ലാവരും പോയി. ഞാൻ ചോറ് കഴിക്കട്ടെ, കൈ നേരം കഴിക്കട്ടെ.
അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോൾ പെട്ടെന്ന് ചോറ് കഴിച്ചിട്ട് സുലേനെയും രുദ്രനെയും വിളിക്കട്ടെ. ശരി. പാറൂസേ എന്തിനാ ചെയ്യുന്ന അവിടെ? ചോറ് തിന്നുന്നാ? ചോറ് തിന്നുന്നാടി പാറു? ഡാൻസ് കളിക്കണ? മുടി വെട്ടണം, മുടി വളർന്നു. ഒന്നും കാണൂല. നിങ്ങളെന്ത് ആടി അടിക്കണം? ഓ ഓ എന്ത് എന്ത് എന്ത്? ഓ എന്തിനു വെച്ച് നമ്മളെ രുദ്ര ചോറ് കഴിക്കുന്ന കേട്ടാ. ചോറ് കഴിച്ചപ്പോൾ വീഡിയോ കൂടെ സംസാരിച്ചതാണ്. ഓ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. നല്ല മഴ. അപ്പം ഇനി അവർ വന്നിട്ട് വർക്ക് കൊടുക്കണം. ആളെ കണ്ടപ്പോൾ തൂക്കുന്നു. മുരുക മുടി വെട്ടിച്ചാച്ചള. വെളുപ്പിച്ചോ? 0 പതുക്കെ വളർന്നാൽ മതി. അപ്പോൾ മുടി വെട്ടി കഴിഞ്ഞേട്ടാ. ഓഹ് തലയ്ക്ക് വെട്ടം വീണു. അപ്പൊ ശരി എന്നാ ഞാൻ പോട്ടാ. എത്രയാണ് പിന്നെ ഇതൊക്കെയാണ് ഇടാനുള്ള. എവിടെ എത്ര രൂപ? ശരി എന്നാ. എന്താ ഇതെല്ലാ ബാർബർ ഷോപ്പിലുള്ള സംഭവമാണ്. എന്താ ഒരാള് ഞാൻ ഇന്നാള് പറഞ്ഞല്ലേ, മുടി വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കയ്യും കാലം വെറുതെ ഇരിക്കൂല. ഇനി ആ വെളിയും കൂടെ ഉള്ളത് തൂക്കാൻ. പൈസ കൊടുത്തിട്ട് വീട്ടിൽ എന്തിനു ചെയ്യാണ്? വീട്ടിലൊന്നും സ്ഥലമല്ലേ? വെള്ളം കാണിക്കാൻ ഒരു പട്ടി വെള്ളം വാങ്ങിട്ടാ. തോട്ടിൽ വെള്ളമായി സുഹൃത്തുക്കളെ. അമ്മാതിരി മഴയായിരുന്നല്ലേ രാവിലെ മുതലേ. ഇവര് വീട്ടിലൊന്നും സ്ഥലമില്ലാതെ ഇനി വഴിയിൽ വന്നിട്ട് കൊച്ചിന് പാപ്പം കൊടുക്കാനായിട്ട് വന്നിരിക്കണം. വീട്ടിൽ സ്ഥലമില്ലേ? ഞാൻ മുടി വെട്ടി. ഞാൻ അല്ലാതെ അവിടെ ഇരുത്തി കുടിക്കണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇട്ടാക്കും. തലയാട്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്തിനാ തീരാറായ പാപ്പം? തുടങ്ങിയതേ ഉള്ളു, ഇപ്പൊ കൊണ്ടുവന്നതേ ഉള്ളു. ഞാൻ വീട്ടിലെത്തിയപ്പോതാ സുല എനിക്കല്ല അമ്മക്ക് കാപ്പിയും ബ്രെഡ് എന്തിനു വെച്ചേക്കുന്നത്. ഇതെന്തോ വേറെ അടുത്ത പരിപാടിയാണ് കേട്ടോ. വേറെ എന്തോ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് കഴിക്കപ്പോൾ അറിയാം. ഓരോ ദിവസം ഓരോ പരിപാടി ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അവിടെ എന്തൊരു പണി നടക്കുന്നത്? ഞാൻ
ഒതുക്കി വെക്കണോണ്ട് ഓരോ എടുത്ത് താഴെയിട്ട്. ചിരിക്കണം. എടേ പാറു, എന്താണിത്? ഒരു സാധനം വെക്കാൻ സമ്മതിക്കുന്നതെന്നാണ് നിന്റെ അമ്മ പറയുന്നത്. അടുത്ത വലിച്ചെടുക്കുന്നു. ഏതേലും കൊള്ളാടി. അമ്മമ്മയ്ക്ക് കൊടുത്താ? അപ്പം ഇത് തീർക്കട്ടെ സുഹൃത്തുക്കളെ. പാർവേ, വിളിയൊക്കെ കേൾക്കുന്നുണ്ട്. പാർവേ, എടി പാർവേ, വിളിക്കുന്നതിനെല്ലാം വിളിയൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ പിന്മാറൂല. ഡേയ്, എന്തിനു ചെയ്യുന്നു നീ? പാറു, നോക്കിയാണ് അതിന്റെ അടപ്പെടുത്തിട്ട് കാണിക്കുന്ന വേല. നിന്നെ നിനക്ക് ഇവിടെ വെള്ളം കൊണ്ട് വെക്കാൻ വയ്യ. ഇത്രയും ദിവസം ആ കുളത്തിൽ വെള്ളം ഇല്ലായിരുന്നു. ഞാൻ കുളത്തിൽ വെള്ളം കൊണ്ട് വെച്ചു. എന്തിനു വേല കാണിക്കുന്ന? എടി കരാട്ടക്കാരി, നീ എന്തിനു കാണിക്കുന്നു? നിന്നെ കൊണ്ട് വയ്യ കേട്ടാ. ബക്കറ്റിൽ വെള്ളം വെക്കാൻ പറ്റൂല, കുടത്തിൽ വെള്ളം വെക്കാൻ പറ്റൂല. മൊത്തം അടിച്ച് തെറിപ്പിക്കാണ്. മറ്റേ അല്ല പിന്നെ അവിടെ നീ ഈ അടപ്പ് വെച്ചിരിക്കുന്നുണ്ടല്ലേ നീ എടുക്കുന്നത്? ഓ, എടുത്ത് മാറ്റടി. ഇനി നീ എടുക്കുന്ന എനിക്കൊന്ന് കാണുന്നു. പിന്നെ ഇപ്പൊ എടുക്കും. അവളെടുത്തടി. അവൾ അടച്ചു വെച്ചടി. ഓഹോ, അത് എങ്ങനെ എടുക്കാൻ എടുത്ത് വെച്ച് എടുത്ത് ഒരു ചെറിയ പാത്രം കൊണ്ടുവച്ചപ്പോഴ് അവളത് പൊക്കി. അപ്പോഴമ്മച്ചി അത് കണ്ടുകൊണ്ട് അത് വലിയൊരു പാത്രം കൊണ്ടുവച്ചാണ്. അത് എടുക്കില്ലെന്ന് നോക്കാന്ന്. അത് എടുക്കൂലെന്നാണ് പറയുന്നത്. ഇവിടെ പറ്റൂല. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ചോറ് കഴിക്കട്ടെ. ചോറ് കഴിച്ചിട്ട് പോയി കുളിക്കണം. എന്തിന് കിടന്ന് വിളിക്കുന്ന? ചോറ് കഴിച്ചിട്ടൊന്ന് പോയി കുളിക്കണം, കിടന്നുറങ്ങണം. നല്ല ഉറക്കക്ഷീണമുണ്ട് കേട്ടോ. എഡിറ്റ് ചെയ്ത് കഴിയുമ്പം ഇപ്പം മിക്കവണ്ണം താമസിക്കുന്നുണ്ട്. ഇപ്പം വീണ്ടും നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങിയതുകൊണ്ട്. അപ്പോൾ പെട്ടെന്ന് പരിപാടികൾ കഴിയട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. എന്തായാലും നെഗറ്റീവായാലും പോസിറ്റീവായാലും എല്ലാം നമുക്ക് എന്നാലാവുന്ന വിധം ഞാൻ എല്ലാവർക്കും മറുപടി കൊടുക്കുന്നതായിരിക്കും. നല്ല കമൻറ്റിന് നല്ല രീതിക്ക്, അല്ലാത്തതിന് അല്ലാത്ത രീതിക്ക്, എങ്ങനെയായാലും കമൻറ്റിന് എന്തായാലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് കൂടെ പോരൂ. എന്താണ്
ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നാളത്തെ വിശേഷങ്ങൾ താഴെ വരാം. അതുവരെ ടാറ്റാ.